നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. അവിടെ പുറത്തൊക്കെ പോണ പോലത്തെ ഒരു ബീച്ച്. ഇവിടെ വഞ്ചിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ചങ്ങാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചവിട്ടി പോണം. നിങ്ങൾ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന മരം കണ്ട്, ഈ മരം ഒരു സിനിമയിലുണ്ട്, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ. അതിലൊരു പാട്ടുള്ള സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ മരത്തിൻ്റെ അവിടെ കൂടെ ഈ കാണുന്നുണ്ട് ലൈറ്റ് ഹൗസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അത് ചെന്ന് നോക്കാം. ഓക്കെ, എത്തി ഗൈസ്, ലൈറ്റ് ഹൗസിൻ്റെ വ്യൂവിലെത്തി. വാവ്, നോക്കിയ ഗൈസ്, ടോപ്പിലെത്തിട്ടാ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് വൈപ്പിൻ ബീച്ചാണ് കേട്ടോ. അതായത് പുതുവൈപ്പിൻ ബീച്ച്. അത് നമ്മുടെ വല്ലാർപാടം കഴിഞ്ഞ് ആണ് ഈ ലൊക്കേഷനിൻ്റെ. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. അവിടെ പുറത്തൊക്കെ പോണ പോലത്തെ ഒരു ബീച്ച്. ഇവിടെ വഞ്ചിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ചങ്ങാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചവിട്ടി പോണ. ഈ സീനറി നോക്കി, അടിപൊളിയല്ലേ. അപ്പോൾ ആ ബീച്ചിലോട്ടാണ് പോകണം. ചെറുതായിട്ട് മഴ ചാറുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സൂം ചെയ്യണം, ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട്. അതാണ് വൈപ്പിൻ ബീച്ച്. അടിപൊളിയല്ലേ സീനറിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് മറ്റേ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്തുന്ന ഏരിയ കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, മറ്റേ ബ്രൈറ്റ് ടു ബി കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ കേട്ടോ. അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാൻ. സീനറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭംഗിയാണെന്നത്. ഹൈബീം ലൈറ്റൊക്കെ എന്നിട്ട് ബീച്ചൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അങ്ങോട്ട് നടന്ന് കാണിച്ചു തരാം കേട്ടോ. സീ കാണുന്നതാണ് വൈപ്പിൻ ബീച്ച്. ഇതാണ് കടലിൻ്റെ വ്യൂ ഇട്ട് കൊടുത്താ. അടിപൊളിയല്ലേ. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇത് ഒരു സൈഡുണ്ടോ, ഈ ബീച്ചിൻ്റെ ഒരു സൈഡാണിത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറെ ഉണ്ട്. ഇത് വഴി വന്നത് ഒരു സൈഡാണ്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറെ ഉണ്ട് കേട്ടോ. അടിപൊളി ഏരിയ. കടുമ്പ മൊത്തം മരങ്ങളാൽ അടിപൊളി. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ കേട്ടോ, മെയിൻ ഏരിയയാണ്. ഇൻസ്റ്റാണ് കാണിച്ചിടാം. ഇവിടെ ബീച്ചിൽ കഫേ മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓപ്പൺ അല്ല, വൈകിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരും ക്രൗഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല പല കടിയും ചായകളും സ്നാക്സ് ഐറ്റംസുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഏരിയ ഒന്നും ഉണ്ട്. വൈകുന്നേരം വരുമ്പോൾ ഈ ബീച്ചിൻ്റെ രൂപം തന്നെ ആകെ മാറിപ്പോകുന്ന കാണാം. ഈ മരങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഇതാട്ടോ. നമുക്ക് അങ്ങോട്ട് അറ്റം വരെ നടന്നു പോകട്ടോ. നല്ല വൈപാട്ട് ഇവിടെ വന്നിരിക്കും. നല്ല പീസ്ഫുൾ. ഒരുപാട് പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഡാഡിക്കുള്ള വില്ലൻ്റെ സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത്. മറ്റേ പച്ചേറോ മൂടിയിടൂലേ, ആ സീനൊക്കെ. അറ്റം വരെ നടന്നു പോട്ടെ ബീച്ചിൽ. ഈ മരങ്ങളുടെ ഇടയിൽ കൂടിയും പോകും, ഈ സൈഡിൽ കൂടെ പോകും. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആൾക്കാർ, വെഡ്ഡിങ്ങിൻ്റെ ഒന്നും. അറ്റം വരെ നടന്നു പോകട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അപ്പുറത്തെ കാഴ്ച കാണിച്ചു തരാം. ഈ ബീച്ചിൽ 2 എൻട്രൻസാണ് ഉള്ളത്. ഒന്ന് ഈ എൻട്രൻസും പിന്നെ അപ്പുറത്തൊരു എൻട്രൻസ് ഉണ്ട്, പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതെ കാണിച്ചു തരാം കേട്ടോ. കാണുന്നത് ഈ ബീച്ചിൻ്റെ 2ാമത്തെ എൻട്രൻസിനോടത്തുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂവും കാഴ്ചകളൊക്കെ കാണാൻ. പുറത്ത് നിന്ന് മതി. ഈ കാണാണ്ട് എൻട്രൻസ്, സെക്കൻഡ് എൻട്രൻസ് ഇതാണ്ടോ. ഇവിടെ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ്. എൻട്രൻസ് എന്നുള്ള വ്യൂ നോക്കി, അടിപൊളിയല്ലേ. നമുക്കിനി മറ്റേ അടുത്ത എൻട്രൻസിലോട്ട് പോവാം. അത് കഴിഞ്ഞ് നേരെ ലൈറ്റ് ഹൗസിലോട്ടും കയറാം. ഓക്കെ, എന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പുതുവൈപ്പിൻ ബീച്ചിൻ്റെ മെയിൻ എൻട്രി കേട്ടോ. മറ്റേ സ്വാഗതമൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതുവൈപ്പ് ബീച്ചിലേക്ക് സ്വാഗതം, ഇടകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ പുതുവൈപ്പ് ബീച്ചിലോട്ടുള്ള. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ലൈറ്റ് ഹൗസ്.
ഈ കാണുന്ന ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഫീസ് ഉണ്ട്, അതൊക്കെ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ പാർക്ക് പോലെ സെറ്റ് ചെയ്തും മറ്റേ മഡ് റേസറും എല്ലാ റേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മെയിൻ ബീച്ചാണ് കേട്ടോ. കൊച്ചിയിലെ ഒരു മെയിൻ ബീച്ചാണിത്, പുതുവൈപ്പിൻ ബീച്ച്. ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങോട്ട് ഞാൻ പോയി ഉള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ എൻട്രൻസ് എന്ന് വരുമ്പോൾ ഉള്ള വ്യൂ കേട്ടത്. ബീച്ചിലേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ബീച്ചാട്ടോ. കാണുമ്പോൾ തന്നെ മറ്റേ പുറത്തെ ഗോവയിലത്തെ പോലത്തെ ബീച്ചൊക്കെ നൈസ് വ്യൂ ആട്ടോ ഇവിടുത്തെ. നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന മരം കണ്ട, ഈ മരം ഒരു സിനിമയിലുണ്ട്, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ. അതിലൊരു പാട്ടിലെ സീനൊക്കെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ മരത്തിൻ്റെ അവിടെ കൂടി ഈ മരത്തിൻ്റെ അവിടെയാണ് അവർ ഷൂട്ട് ചെയ്തേക്കണത് മെയിൻ ഏരിയ. ഷൈനിക നടന്നു പോണതൊക്കെ അവിടെ ഇരിക്കണതും ആ പാട്ടിലെ സീനൊക്കെ ഇവിടെയുണ്ട് ഷൂട്ട് ചെയ്തത്. പുതുവൈപ്പിൻ ബീച്ചിലാണ് ഷൂട്ട് ചെയ്തേക്കണം. അടിപൊളി ബീച്ചുണ്ട് ഇവിടെ. അവിടെ ചെന്നിട്ട് ആ ബീച്ചിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. കാണുന്ന മരം നോക്കി, ഇവിടെ ബാക്കി എല്ലാം ശൂന്യം, ഇവിടെ മാത്രം ഒറ്റ മരം. മറ്റേ ഭിത്തിയൊക്കെ ഇടുന്നുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട് മറ്റേ ന്യൂ ഇയർ സമയത്ത് ഭയങ്കരമായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണം. ഈ സ്ഥലത്തായിരിക്കും മറ്റേ റേസിങ് കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടെ മറ്റേ പാർക്ക് പോലെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, മറ്റേ തൊട്ടിയാട്ടവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അവിടെ. ഇപ്പോൾ അടുത്ത മാസം ഡിസംബറായി, അടുത്ത മാസം ഇവിടെ പരിപാടികൾ കാണപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക. ഇത് പുതുവൈപ്പിൻ ബീച്ച്, നമ്മുടെ വല്ലാർപാടം ഏരിയ. ഇവിടെ അരബത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാർക്ക് വന്നിരിക്കാനും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഇതാണ്ട് പ്ലാന്റാണ് കേട്ടോ. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതാണ് ബീച്ചിൻ്റെ വ്യൂ കേട്ടോ. ഫസ്റ്റ് എൻട്രൻസിനുള്ള വ്യൂ ഇതാണ് കേട്ടോ. പേരാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് എൻട്രൻസ് എന്നുള്ള വ്യൂ. മീൻ ബോട്ടൊക്കെ പോകണമാണ് ഫിഷിങ്ങിനുള്ള. ബോട്ടൊക്കെ ചീറിപ്പായാണ് കാട്ടിക്കാട്ടും. അവിടെയാണ് ആ ലൈറ്റ് ഹൗസ് കേട്ടോ. ഞാൻ കാണിച്ചിട്ട് അങ്ങോട്ട് നേരം മുമ്പ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈപ്പിൻ ബീച്ചിൻ്റെ വ്യൂ. നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറി നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഈ കാണുന്നുണ്ട് ലൈറ്റ് ഹൗസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അത് ചെന്ന് നോക്കാം, കയറ്റുമെന്നറിയില്ല, പോയി നോക്കാം. എത്ര ചേച്ചി? ഒരാൾ 20. ടിക്കറ്റ് കൗണ്ടർ അതാണ്. 20 രണ്ടോ ഒരാൾക്ക് ടിക്കറ്റ്. ഇതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി കാഴ്ചകളാണ് ചേരാട്ടാ. ഇതാണ്ട് ഇവിടുത്തെ വ്യൂ. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഇതാട്ടോ. സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ചുറ്റും സ്റ്റെപ്പാണ്. ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് ലിഫ്റ്റ് കയറാം. കയറി ആദ്യത്തോളം വ്യൂ ഇതാട്ടാ. കൊള്ളാട്ടെ, കറങ്ങി കറങ്ങി കയറോട്ടെ അറ്റം വരെ. സ്റ്റെപ്പ് തിരിച്ചിറങ്ങിയത് ലിഫ്റ്റിൻ്റെ അടുത്തെത്തില്ല. നമുക്ക് ലിഫ്റ്റിൽ പോവാം. ലിഫ്റ്റ് വന്നിട്ടാ. ലിഫ്റ്റ് പൊങ്ങിട്ടാ മുകളിലെ വ്യൂ കാണിച്ചു തരാം. ഈ കാണണ്ട ലിഫ്റ്റ് 3ാമത്തെ ഫ്ലോറിലാണ്ടോ. തുറക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം. താങ്ക് യു. ലിഫ്റ്റ് തുറന്ന് ഞാൻ ലിഫ്റ്റ് തുറക്കുമ്പോഴുള്ള വ്യൂ. കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അത് കയറി ചെല്ലുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ. വാവ്, കറങ്ങി കറങ്ങി കറങ്ങി
ഗൈസ് ലൈറ്റ് ഹൗസിൻ്റെ വ്യൂവിലെത്തി. വാവ്, നോക്കിയ ഗൈസ് ടോപ്പിലെത്തിട്ടാ. ആ കാണുന്നത് വല്ലാർപാടുണ്ടോ, വല്ലാർപാട് ടെർമിനലാണ് കാണുന്നത്. ഞാൻ സൂം ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണെന്ന് അറിയില്ല. അതിൻ്റെ അപ്പുറത്ത് ആ കാണുന്നത് ഹൈക്കോർട്ട് ആ ഭാഗം ഉണ്ടോ ഗൈസ്. വ്യൂ നോക്കി ലൈറ്റ് ഹൗസിൽ നിന്നും. ഈ കാണുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളിയല്ലേ വ്യൂ. ഇതാട്ടോ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിലത്തെ വ്യൂ. ലൈറ്റ് ഹൗസിൽ നിന്ന് കടലിലോട്ട് നോക്കണ വ്യൂ ഇതാട്ടാ. കിതക്കണേ നമ്മൾ നിന്ന് ആ മരം കണ്ട, അത് സൂം ചെയ്യുമ്പോൾ വ്യൂ നോക്കി. അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ആണ് ആ വ്യൂ. ഞാൻ നേരത്തെ കാണിച്ചില്ല മറ്റേ ഇന്ത്യൻ ഓയിലിൻ്റെ പ്ലാന്റ്. പുതിയ പ്ലാന്റ് ഉണ്ടോ വ്യൂ നോക്കി ഗൈസ്. അതാണ് കൊച്ചി പുതുവൈപ്പിൻ ബീച്ച്. ചുറ്റുമുള്ള വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. അടിപൊളി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ. കറങ്ങണ ഒന്നുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ കടലിൻ്റെ വ്യൂ. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഈ പ്ലേസ് കൊച്ചിയിൽ ഇത്ര അതിമനോഹരമായ ഒരു ബീച്ച് ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. ഇവിടെ കപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കടലിൽ കിടപ്പുണ്ട് കേട്ടോ. സൂമിൻ്റെ എത്തതോ ക്ലിയർ ആണെന്ന് മനസ്സിലാവണം. ഇതാണ് വ്യൂ. അടിക്കൂടെ റോഡൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ കണ്ടെയ്നറിനൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടോ. ഞാൻ സൂം ചെയ്താൽ തരാം. നല്ല രസമില്ല കാണാൻ. അത് ഈ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുമ്പോൾ വേറെ വ്യൂ ആണല്ലോ. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കാണിച്ചാൽ ആ കാണാൻ മറ്റേ വല്ലാർപാട് ടെർമിനലിൻ്റെ ഇതെത്താം. ഇവിടെയാണ് മറ്റേ ലൈറ്റ് ഹൗസിൻ്റെ മറ്റേ എൻജിനും കാര്യങ്ങളൊക്കെ ഇരിക്കണം കേട്ടോ. മറ്റേ കറണ്ടിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന സ്റ്റെപ്പ്. ഇതാണ്ട് ഇവിടുത്തെ വ്യൂ. അപ്പം നമുക്കിനി ഇറങ്ങാലോ. നമ്മൾ തിരിച്ചിറങ്ങാനുണ്ട് സ്റ്റെപ്പ്. ഇതാണ്ട് മറ്റേ റൂം. ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ താഴെ എത്തിയിട്ടാണ്. ഈ കാണാൻ ലൈറ്റ് ഹൗസ് കേട്ടോ. ഇപ്പോൾ താഴത്ത് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഏരിയ അടിപൊളി കേട്ടോ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. 20 രൂപ കൊടുത്ത് നോക്കിയിട്ട് മാക്സിമം സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഈ കാണാൻ ടിക്കറ്റ് കൗണ്ടർ. ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് വ്യൂ. അപ്പോൾ ഇതാണ് ചെറിയൊരു മറ്റേ പുതുവൈപ്പിൻ ബീച്ചിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.